ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ ഹരിയേട്ടാ, ഹരിയേട്ടനെ കുറിച്ച് ഞാൻ നന്നായിട്ട് തന്നെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറവൊന്നും വരുത്താൻ പാടില്ലല്ലോ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ. ഒന്ന് പാർക്ക് ചെയ്തേക്കാം. ശരി സാർ. നമസ്കാരം സാറേ, മധുരനമ്പരക്കാര് പൊളിച്ചോട്ടോ. താങ്ക് യു. ഹായ് സർ, കവിത താങ്ക് യു. നന്നായി. താങ്ക് യു. കേൾക്കാം. സാറേ ചെന്നു. ഹരി, സംഘാടകര് ഗംഭീരാക്കി കളഞ്ഞല്ലോ. എനിക്കറിയില്ല നിത്യ, എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന്. ഹലോ നമസ്കാരം. ഹരി, കവിതയൊക്കെ ഞാൻ വായിച്ചു. ഓ. ഗംഭീരായിട്ടുണ്ട്. ഹരി, മധുരനമ്പരക്കാര് കലക്കി കേട്ടോ. ശരി. മധുര നൊമ്പര കാറ്റ്. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വാ. ഹായ്, അച്ഛന്റെ ഫോട്ടോ. ദേ അച്ഛന്റെ ഫോട്ടോ. നിന്റെ കൂടെ നടക്കാന്ന് പറയുന്നത് എന്റെ ഒരു അഭിമാനമാ. ശരവണ, ആ ഹരി, വലിയ പരിപാടിയാണല്ലോ. സംഘാടകർ ദൈവരാ. നമസ്കാരം സാർ. നന്നായിട്ടൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആ. പിന്നെ വായനയായിട്ട് ബന്ധപ്പെട്ട കാര്യമാകുമ്പോ ആളല്പം കുറവായിരിക്കും, പക്ഷേ ഉള്ളവര് നല്ല സദസ്സായിരിക്കും. ഓ, ഹരി വാ, എല്ലാരും വാ വാ, അങ്ങോട്ടിരിക്കും വാ. വാ സുജാതെ. വാ. വരൂ വരൂ, കയറി വരൂ, വാ വരൂ സാർ, ഇവിടെ ഇരിക്കും. ആ, ഹരി, ആ അവിടെ ഇരിക്കും, ഇരുന്നോളൂ. ആ ഫംഗ്ഷൻ തുടങ്ങാൻ കുറച്ച് സമയം കൂടിയുണ്ട്. എല്ലാരും ഇവിടെ ഇരുന്നോളൂ കേട്ടോ. ഹരി, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, അതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുക കേട്ടോ. ഫംഗ്ഷൻ കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആ ഓക്കെ, ഇരുന്നോളൂ. ആ വാ. ഇത്തരം സദസ്സുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും വായനാശീലം ഉള്ളവരായിരിക്കും. എല്ലാവരും ഹരിയുടെ കവിതയും വായിച്ചിട്ടുണ്ടാവും.
നീ ഒന്ന് നോക്കിയേ. ഇവിടെ എത്തിയാ? നല്ല മനസ്സോടെ ഒരു കാര്യത്തിന് ഇറങ്ങി വന്നിട്ട് അതില്ലാതാവുകയാണോ? എല്ലാവരും എന്താ ചിന്തിക്കുന്നേന്ന് എനിക്കറിയാം. ഹരിയേട്ടൻ അവാർഡ് വാങ്ങിക്കുന്നിടത്ത് ഞാനെന്തിനാ വന്നതെന്നല്ലേ? ഞാനായിരുന്നു സദസ്സിനെ ഹരിയേട്ടനെ പരിചയപ്പെടുത്തുന്നത്. ഡീ, ഈ പ്രോഗ്രാമിന്റെ ആങ്കർ. അയ്യേ. ഓ എങ്ങനെ ആട്ടി ഓടിച്ചാലും അവസാനം കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളൊക്കെ എന്റെ മുന്നിൽ വന്നേ പറ്റൂ. അതെ ഹരിയേട്ടാ, ഹരിയേട്ടനെ കുറിച്ച് ഞാൻ നന്നായിട്ട് തന്നെ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറവൊന്നും വരുത്താൻ പാടില്ലല്ലോ. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളല്ലേ. മധുര നൊമ്പരക്കാറ്റ്